Hello friends, welcome to CA Intermediate Accounts Revision classes. Today, in this video, we are trying to discuss about AS 13 Accounting for Investment. This accounting standard you need to study along with the chapter Accounting for Investment. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ ഈ ഒരു അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ASൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. മെയിൻ ആയിട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഏത് എമൗണ്ടിലാണ് ക്യാരി ചെയ്യേണ്ടത്? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ ക്യാരിങ് വാല്യൂ, ക്യാരിങ് എമൗണ്ട് എന്താണ്? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ ക്യാരിങ് എമൗണ്ട് എന്താണ്? ദെൻ പറയണത് ഒരു ഡിക്ലൈനിങ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം? ദെൻ പറയണത് വെച്ചാൽ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു കൺവേർഷനോ അതല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിനെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു റീക്ലാസിഫിക്കേഷൻസോ ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ്? അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണെന്ന് ഈ ഒരു ASൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ASലേക്ക് കടക്കാം. ദി സ്റ്റാൻഡേർഡ് ഡീൽ വിത്ത്, എന്തൊക്കെയാണ് ഈ സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുന്നത്? അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ financial statement of an enterprise and related disclosure requirements. The enterprise is required to disclose the current investment and long-term investment directly in their financial statements. എന്താ പറയണത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡയറക്റ്റ് ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് കാറ്റഗറി അല്ല. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം? സ്പെസിഫിക്കലി എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ ഈ സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ദ ബേസിസ് ഫോർ റെക്കഗ്നിഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെന്റൽ ഏൺഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് which are covered by AS9. AS9ലാണ് എന്ത് ചെയ്യണത്? ഇൻട്രസ്റ്റും ഡിവിഡൻഡും അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ നമ്മൾ നേടുന്ന റെന്റൽ ഇൻകത്തിന്റെ ഒക്കെ റെക്കഗ്നിഷൻ ഒക്കെ എവിടെയാണ് പറയണത്? AS9ലാണ് പറയണത്. ഇവിടെയല്ല, ഇത് ഡീൽ ചെയ്യുന്നില്ല അത്തരം കാര്യങ്ങൾ. ദെൻ ഓപ്പറേറ്റിംഗ് ഓർ ഫിനാൻസ് ലീസ്, ഫിനാൻസ് ലീസ് ഓപ്പറേറ്റിംഗ് ലീസ് ഒന്നല്ല ഈ ഒരു ASലല്ല കവർ ചെയ്യുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഓൺ റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലാൻ ഓർ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് എന്റർപ്രൈസസ്, ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സോ അതല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ASൽ കവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ആൻഡ് അതർ റിലേറ്റഡ് അസറ്റ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ASൽ കവർ ചെയ്യുന്നില്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. ദെൻ പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് മെയിൻലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്. അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിന് നമ്മൾ മറ്റൊരു പേരും കൂടി പറയും, കറന്റ് ഇൻവെസ്റ്റ്മെന്റ്. കറന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഈസ് ബൈ ഇറ്റ്സ് നേച്ചർ റെഡിലി റിയലൈസബിൾ. എന്ത് ചെയ്യണം? റെഡിലി റിയലൈസബിൾ ആയിരിക്കണം, കൺവേർട്ട് ചെയ്യാൻ പറ്റിയ മണി ആയിട്ട് എന്ത് ചെയ്യണം? റിയലൈസ് ചെയ്യാൻ പറ്റിയ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. ആൻഡ് ഈസ് ഇന്റൻഡഡ് ടു ബി ഹെൽഡ് ഫോർ നോട്ട് മോർ ദാൻ 1 year. 1 yearൽ കൂടുതൽ ഹോൾഡ് ചെയ്യുമെന്നുള്ള ഇന്റൻഷൻ എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടായിരിക്കാൻ പാടില്ല. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കറന്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലാത്ത ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ എന്ത് പറയും? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് റെഡിലി റിയലൈസ് ചെയ്യാൻ പറ്റാത്ത, അതുപോലെ തന്നെ നമ്മൾ മോർ ദാൻ 1 year നമ്മൾ ഹെൽഡ് ചെയ്യുമെന്നുള്ള ഒരു ഇന്റൻഷനുള്ള ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് എന്ത് പറയാം? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ദെൻ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ദെൻ ഫസ്റ്റ് എന്താണ്? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ ക്യാരിയിങ് എമൗണ്ട് എന്തായിരിക്കണം? അറ്റ് കോസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ക്യാരി ചെയ്യേണ്ടതാണ് കോസ്റ്റിലാണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെർമനന്റ് ആയിട്ട് വാല്യൂ ഒരു ഡിക്ലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ വെക്കണം. അപ്പോൾ എന്താണ്? അതർ ദാൻ ടെമ്പററി. അതർ ദാൻ ടെമ്പററി മീൻസ് എന്താണ്? പെർമനന്റ് ഡിക്ലൈനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെക്കണം, അത് റെക്കഗ്നൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ക്യാരിയിങ് എമൗണ്ട് എന്താണ്? ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് ഫെയർ വാല്യൂ. എന്താണ്?
ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഫെയർ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഫെയർ വാല്യൂ അതല്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റോ, അതിൽ ഏതാണ് കുറവ് അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യേണ്ടത്, ക്യാരി ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഫർദർ ആയിട്ട് പോവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, റീക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഓൾറെഡി ക്ലാസിഫൈ ചെയ്ത അസറ്റിനെ നമ്മൾ എന്ത് ചെയ്താൽ മറ്റൊരു റീക്ലാസിഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ലോങ് ടേമിനെ കറണ്ട് ആക്കാം, കറണ്ടിനെ ലോങ് ടേം ആക്കാം. ഫസ്റ്റ് എന്താണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് റീക്ലാസിഫൈഡ് ആസ് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ആർ മെയ്ഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് എമൗണ്ട് അറ്റ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഏതിലാണ് നമ്മൾ പിന്നെ ക്യാരി ചെയ്യേണ്ടത്, ലോവർ ഓഫ് കോസ്റ്റ് ഓർ ക്യാരിയിങ് എമൗണ്ട്. ക്യാരിയിങ് എമൗണ്ടും കോസ്റ്റും നമ്മൾ നോക്കും, ഇതിൽ ഏതാണോ ലോവർ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ചെയ്യണം. ഏതിൽ നിന്ന് ഏതിലേക്കാണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കറണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്കാണ്. ഇനി കറണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഏതിലേക്കാണ് നമ്മൾ എമൗണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് ഫെയർ വാല്യൂ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ലോങ് ടേം നിന്ന് ഷോർട്ട് ടേമിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് എമൗണ്ട് ആണ്. ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, കോസ്റ്റ് ഓർ ഫെയർ വാല്യൂ ആണ്. ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്താൽ മതി. ദെൻ ഡിസ്പോസലിന്റെ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് ഓഫ് എക്സ്പെൻസ്, നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണം എന്നാണ് പറയണത്. ഇവിടേക്ക് നമ്മൾ ചാർജ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ചാർജ് ചെയ്യണം. ദെൻ എന്താണ്, നെറ്റ് ഓഫ് എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഇത്ര മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നു. ഇതിന്റെ മെയിൻ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ എവിടെയാണ്, നമ്മൾ ആ ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. RTP മെയ് 2020 RTPയില് ഒമേഗ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് want to reclassify its investment in accordance with the AS 13. State the value at which the investment has to be reclassified in the following cases. എന്താ പറയുന്നത്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇൻ കമ്പനി എ കോസ്റ്റിംഗ് 8.5 lakh are to be reclassified as current. The company had reduced the value of this investment to 6.5 lakh. To recognize a permanent decline in value, the fair value on the date of transfer is 6.8. നമ്മൾ ഏതാണ് എടുക്കുക, ഇവിടുന്ന് എന്താ ചെയ്യണത്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കറണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്കാണ്. അപ്പൊ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഏതൊക്കെ നോക്കണം, ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് എമൗണ്ട്. ഇവിടെ കോസ്റ്റ് ഏതാണ്, കോസ്റ്റ് എത്രയാണ്, 8.5. ദെൻ ക്യാരിയിങ് എമൗണ്ട് എത്രയാണ്, 6.5. ഇതിൽ ലോവർ എത്രയാണ്, 6.5 ആണ്. 6.5ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് നമ്മൾ 6.5ലാണ് ഇനി എന്ത് ചെയ്യേണ്ടത്, ക്യാരി ചെയ്യേണ്ടത്. Then another one, current investment in company C costing 10 lakh are to be reclassified as long term. As the company want to retain them, the market value on the date of transfer is 12 lakh. നമ്മൾ എന്താണ്, ഫെയർ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ്. ഇവിടെ എത്രയാണ്, 10 lakh 12 lakh. ഏതാണ് ലോവർ, 10 lakh ആണ്. ഇതിലാണ് നമ്മൾ കാണിക്കേണ്ടത്, 10 lakhലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. എത്രയിലാണ് നമ്മൾ, 10 lakhലാണ് നമ്മൾ കാണിക്കേണ്ടത്. Then another one, certain long term investment no longer considered for holding purposes. എന്ത് ചെയ്യുന്നില്ല, certain എന്താണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇനി ഹോൾഡ് ചെയ്യണം, ദാറ്റ് മീൻ കൺവേർട്ട് ചെയ്യണം എവിടേക്ക്, കറണ്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക്. To be reclassified as current investment. The original cost of this investment was 18 lakh. അപ്പൊ ലോങ് ടേമിനെ കറണ്ട് ആക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കോസ്റ്റ് ഓർ ക്യാരിയിങ് എമൗണ്ട് ആണ് നോക്കേണ്ടത്. ഹാസ് ബീൻ റിട്ടേൺ ഡൗൺ ടു 12 lakh. പെർമനന്റ് ഡിക്ലൈൻ ആസ് പെർ AS 13. ഇവിടെ എന്താണ്, പെർമനന്റ് ഡിക്ലൈൻ ആണ്. അപ്പൊ നമ്മൾ ഏതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഷോൺ ചെയ്യേണ്ടത് 12 lakhലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. ക്യാരിഡ് അറ്റ് 12 lakh. ഓക്കെ ആണല്ലോ. ദെൻ നവംബർ 2019 Z Bank has classified its total investment on 31st March 2018 into 3 categories. A, held to maturity. B, available for sale. C, held for trading as per the RBI guidelines. ഇവിടെ എന്തിനെ പറ്റിയിട്ട് പറയുന്നത്, സെഡ് ബാങ്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സെഡ് ബാങ്ക് ഇത് നമ്മൾ AS കവർ ചെയ്യണതാണോ? ഇവിടെ നമ്മൾ ദി സ്റ്റാൻഡേർഡ് ഡസ് നോട്ട് അപ്ലൈ ടു നമ്മൾ പറഞ്ഞിട്ടില്ലേ, എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ എന്തുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഷുറൻസ് ബിസിനസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് റിലേറ്റഡ്
അസറ്റ്സ് എന്ത് ചെയ്യുന്നില്ല, അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എവിടെ കവർ ചെയ്യുന്നില്ല, ഈ ഒരു AS എന്ത് ചെയ്യുന്നില്ല, കവർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓക്കെ, ഇതെന്താ പറയണത്, does not apply to bank, insurance company, mutual fund. In this case, Z Bank എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു AS എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ബാങ്കിങ് കമ്പനി ബാങ്കിങ് ഏരിയയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു AS കവർ ചെയ്യുന്നില്ല. അതാണ് നമ്മളോട് എന്താ പറയണത്, കമന്റ് ചെയ്യാനാണ് പറയുന്നത്. കമന്റ് വെദർ ദ പോളിസി ഓഫ് ദ ബാങ്ക് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് AS 13 ആണ് ചോദിക്കുന്നത്. AS 13 ഇവർക്ക് എന്തില്ല, അപ്ലിക്കബിൾ അല്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരതി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഹാസ് കറന്റ് ഇൻവെസ്റ്റ്മെന്റ്, എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ്, എക്സ് ലിമിറ്റഡ് ഷെയർസ് purchased for 5 lakh which the company want to reclassify as long-term investment as on 31st March 2018. The market value of this investment as on the date of balance sheet was 2.5. എവിടുന്ന് എവിടേക്കാണ്, കറണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എവിടേക്കാണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക്. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്, ഫെയർ വാല്യൂ ആൻഡ് കോസ്റ്റ്. ഹൗ വുഡ് യു ഡീൽ വിത്ത് ദ AS 13? ഇപ്പൊ നമ്മൾ ഏതിൽ നമ്മൾ ക്യാരി ചെയ്യും, 2.5 ലാഖിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്യാരി ചെയ്യേണ്ടി വരും. ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും, 2.5 ലാഖ് എടുക്കുക മാറ്റേണ്ടി വരും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചാർജ് ചെയ്യണം. ഈ ഡിഫറൻസ് ഒക്കെ നമ്മൾ എവിടേക്ക് മാറ്റാം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കാണ് മാറ്റാം. ഓക്കെ, ദെൻ ഇത്രയാണ് എന്ത് ചെയ്യണത്, ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു AS ആണത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻ എവിടെയാണ്, നമ്മൾ അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് പഠിക്കാനില്ല, അവിടെയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു യൂസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ഏരിയ നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഇൻ കേസ് ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 മാർക്കിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കണുള്ളൂ. ആ ക്ലാസിഫിക്കേഷന് ഏതിന് എമൗണ്ടിലാണ് ക്യാരി ചെയ്യേണ്ടത്, കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ നോക്കണം, ഇത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.